എല്ലാവർക്കും നമസ്കാരം. ദേവരയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ തരത്തിലുള്ള പ്രാണായാമങ്ങളെ കുറിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ. അതിൻ്റെ ഭാഗമായി ഒത്തിരി പേര് ഭ്രമരി പ്രാണായാമം, ഉജ്ജയിനി പ്രാണായാമത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്ത് കാണിക്കുന്നത് ഭ്രാമരി പ്രാണായാമത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രാണായാമമാണ് ഭ്രാമരി പ്രാണായാമം. 2-3 തരത്തിൽ അത് അഭ്യസിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഭ്രമരം എന്ന് വെച്ചാൽ എന്താണ്? വണ്ടാണ്. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ വണ്ട് മൂളുന്നത് പോലെ ഒരു പെൺവണ്ട് മൂളുന്ന ശബ്ദമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ടാണ് അത്രേ ഇതിന് ഭ്രാമരി എന്ന് പേര് വന്നത്. അത് മാത്രമല്ല, നമുക്ക് ഭ്രാമരി പ്രാണായാമം മറ്റ് പ്രാണായാമങ്ങളെക്കാൾ നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്നതാണ്. മുഴുവൻ കോശങ്ങളെയും വൈബ്രേറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഒരു മസാജ് ചെയ്യുന്നത് പോലെ, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം നമ്മൾ മസാജ് ചെയ്യുന്നത് പോലെ ബ്രെയിനിന് നൽകുന്ന ഒരു മസാജാണ് ഭ്രാമരി പ്രാണായാമം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ് റിലീഫിന് ഏറ്റവും ബെസ്റ്റാണ് ഭ്രാമരി. സ്ട്രെസ് കൊണ്ട് ഉറക്കം ഇല്ലാത്ത ആളുകൾ, ഒട്ടും ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുകയും ധൈര്യപൂർവ്വം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മറ്റ് വേറെ ഒരു ചിട്ടകളോ നിഷ്ഠകളോ ഒന്നുമില്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യുകയും എത്ര തവണ വേണമെങ്കിലും, ഏറ്റവും മിനിമം നമ്മൾ 7-9 എന്നൊക്കെ പറയും, അതിൽ നിന്ന് നമുക്കിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആവാൻ, നമ്മുടെ ബ്രെയിൻ വളരെ കൂളായിരിക്കാൻ, നമ്മുടെ ദേഷ്യത്തെ കുറയ്ക്കാൻ, സ്ട്രെസ് കുറയ്ക്കുക, തലവേദന കുറയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നല്ല ഉറക്കം കിട്ടുക, അങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ് ഭ്രാമരി പ്രാണായാമത്തിനുള്ളത്. ഞാൻ പറഞ്ഞു ആദ്യം 2-3 തരത്തിൽ അത് ചെയ്യുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ, കണ്ണുകൾ അടച്ചിരുന്ന് നമ്മൾ വെറുതെ വണ്ട് മൂളുന്നത് പോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വണ്ട് മൂളുന്നത് പോലെ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മറ്റെല്ലാ പ്രാണായാമങ്ങളെ പോലെ സ്പൈൻ നിവർത്തി ഇരിക്കണം. ഏത് പൊസിഷനിലിരുന്നാലും വിരോധമില്ല. ഇരിക്കുമ്പോൾ നമ്മുടെ നട്ടെല്ല് നിവർന്നിരിക്കണം, അത്രയേ ഉള്ളൂ. കണ്ണുകൾ അടച്ച് ഒറ്റ ശ്വാസമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മൾ മാക്സിമം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് ശ്വാസം വിടുമ്പോഴാണ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇതാണ് ഒരു രീതി. വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇത് രണ്ടാമത്തെ രീതി. ഇതും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് നമ്മുടെ ചെവിയുടെ ഇവിടെയില്ലേ ഈ ഭാഗം ഇല്ലേ, ചെവിയുടെ ഉള്ളിലേക്ക് കടത്തി വെക്കുകയല്ല കേട്ടോ. ഈ ഭാഗം, അതായത് 2 ചെവിയുടെയും ഈ 2 ഭാഗങ്ങൾ അമർത്തി പിടിച്ച ചെവി ക്ലോസ് ആവും. ഇത് അമർത്തി പിടിക്കുകയും അതിനുശേഷം നാവ് പതുക്കെ അപ്പർ പല്ലറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് വെക്കാം. വായടച്ച് പതിവ് പോലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്ന സമയത്ത് ശബ്ദം ഉണ്ടാക്കുക. ഈ വിരലുകൾ കൊണ്ട് രണ്ടും അടച്ചു. ഒന്നുകൂടെ ആവർത്തിക്കാം. വിരലുകൾ അടച്ചു പിടിക്കുന്നു. നാവ് കേജരി മുദ്ര എന്നാണ് ഇതിന് പറയുക. ഇതിന്റെ ശരിയായ രീതി നാവ് മടക്കി അണ്ണാക്കിലേക്ക് മുട്ടിക്കുക എന്നൊക്കെയാണ്. നമ്മളെ സാധാരണക്കാർക്ക് അതൊന്നും സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് നാവ് മടക്കി അപ്പർ പാലറ്റിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് വണ്ട് മൂളുന്നത് പോലെയുള്ള ശബ്ദം ഉണ്ടാക്കുക. ആദ്യം ചെയ്തതിനേക്കാൾ എഫക്റ്റീവാണ്
ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇനി ഇത് തന്നെ വിരലുകൾ അടച്ച് നാവ് മടക്കി വെക്കാതെ ചെയ്യാം. അതായത് ചൂണ്ടുവിരൽ കൊണ്ട് അടച്ചു, നാവ് മടക്കി വെക്കാൻ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവർ അത് ചെയ്യണമെന്നില്ല. ഇങ്ങനെ ക്ലോസ് ചെയ്ത് വായ അടച്ചു പിടിച്ച് ഇങ്ങനെ ചെയ്താലും മതി. ഇതും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം നമ്മൾ കാണിച്ചു ചെവിയൊന്നും അടയ്ക്കാതെ വെറുതെ വണ്ട് മൂളുന്നത് പോലെ മൂളുന്നു. രണ്ടാമത് നമ്മൾ ചെവി ക്ലോസ് ചെയ്തുകൊണ്ട് മൂളുന്നു. മൂന്നാമത് നമ്മൾ ചെവി ക്ലോസ് ചെയ്യുകയും കേജരി മുദ്ര ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. ഇതിൽ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും എഫക്റ്റീവ് കേജരി മുദ്ര ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇനി ഇതിന് ഷൺമുഖി മുദ്ര എന്നുകൂടെ പറയും. ഈ ഷൺമുഖി മുദ്ര ഉപയോഗിച്ച് ചെയ്യുന്ന ഭ്രാമരി കുറച്ച് അഡ്വാൻസ് ആണ്. എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി ചെയ്യുകയും വേണം. അതുകൊണ്ട് ഞാൻ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കൃത്യമായി പഠിച്ച് തന്നെ ചെയ്യേണ്ടതാണ് കേജരി മുദ്ര ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇത് മൂന്നും വളരെ സാധാരണയായി എല്ലാവർക്കും ചെയ്യാം. കേജരി മുദ്രയും ഷൺമുഖി മുദ്രയും കേജരി മുദ്രയും ഉപയോഗിച്ച് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല എന്നല്ല കേട്ടോ. രണ്ടും കൃത്യമായി പഠിച്ചതിന് ശേഷം ചെയ്യാം. കൃത്യമായി ശ്രദ്ധിച്ച് കണ്ടിന്യൂ ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നോക്കാം എങ്ങനെയാണെന്ന്. നേരത്തെ പോലെ തന്നെ നാവ് നമ്മുടെ ഉള്ളിലേക്ക് മടക്കി വെക്കണം. അതായത് പല്ലറ്റിലെ അപ്പർ പല്ലറ്റിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ തമ്പ് കൊണ്ട് ചെവി അടയ്ക്കുന്നു, കണ്ണുകൾ അടച്ചു. ഇതാണ് ഷൺമുഖി മുദ്ര. ഇതിൽ കണ്ണ് മാത്രമാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം വിരൽ വെറുതെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഷൺമുഖി മുദ്ര. ഇതുപയോഗിച്ച് ഭ്രാമരി ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞു, ഭ്രാമരി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന കാര്യമാണ്. സ്ഥിരമായി നമ്മൾക്ക് മറ്റെല്ലാ പ്രാണായാമത്തോടൊപ്പം കൊണ്ട് പോവാവുന്ന ഒന്നാണ്. മറ്റൊന്നും ചെയ്യാനായില്ലെങ്കിലും രാവിലെയും വൈകിട്ടും ഒക്കെ ഭ്രാമരി ചെയ്താൽ തന്നെ നമ്മുടെ ബ്രെയിൻ വൈബ്രേറ്റ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം. നിങ്ങളുടെ ബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ദേഷ്യമൊക്കെ കുറഞ്ഞ് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നല്ല ഉറക്കം കിട്ടാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഭ്രാമരി പ്രാണായാമം. കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. മറ്റൊരു കാര്യവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.